ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ 25th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി പോലെ തന്നെയാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് ആയിരുന്നു. അതിൽ ലഞ്ചായിരുന്നു കേട്ടോ. അതായത് ഒരു റൂഫ് ടോപ്പിൽ, ഒരു റെസ്റ്റോറൻറ്റ് റൂഫ് ടോപ്പിൽ ലഞ്ചായിരുന്നു. അപ്പം ഈ വെതർ ആയതുകൊണ്ട് ലഞ്ചിൽ കുഴപ്പമില്ല, നല്ലൊരു വെയിലുമുണ്ട്, കുറച്ച് തണുപ്പുമുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകളൊന്നുമില്ലായിരുന്നു. 150 to 200 പീപ്പിൾ അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഗ്യാതറിംഗ് ആയിരുന്നു. ഇവർ നോർത്ത് ഇന്ത്യ, ഇവർ അഗർവാൾസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ എല്ലാം വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലാട്ടോ, ഇഷ്ടം പോലെ സ്നാക്സും ഫുഡും ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ വെജിറ്റേറിയൻസിൻ്റെ. പിന്നെ കോക്ടെയിൽസും മോക്ടെയിൽസും രണ്ടും ഉണ്ടായിരുന്നു. സാധാരണ ഇവിടുത്തുകാർ ഫങ്ഷൻസ് വെക്കുമ്പം ഇവർ ഫുൾ കല്യാണം പോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതായത് ചെറുക്കനെ കൊണ്ടുവരുന്ന ബറാത്ത് എന്ന് പറയും, അതുപോലെ പാടി ഡോലൊക്കെ വെച്ച് കൊണ്ടുവരിക, ഫുൾ കല്യാണം പോലെ എല്ലാം നടത്തും. പക്ഷെ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഷെഫാലി ചെയ്തത് ജസ്റ്റ് ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാലയിട്ട് ഒരു റിംഗ് എക്സ്ചേഞ്ചും ചെയ്തു, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഷെഫാലി വന്നു. ഇത് ഷെഫാലിയുടെ അമ്മയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെട്രോ ലുക്കിലായിരുന്നു കേട്ടോ. സാധാരണ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ എല്ലാവരും ഭയങ്കര ഇതാൽക്കെയാണ് കേട്ടോ, ഭയങ്കര ലുക്കിലാണല്ലോ വരുന്നത്. ലെഹങ്കയൊക്കെ ഇട്ടും ഭയങ്കര ഹെവി മേക്കപ്പും ഹെവി ജ്വല്ലറിയും. പക്ഷേ ഷെഫാലി ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇലഗൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവളതനുസരിച്ചാണ് ഇപ്പം തന്നെ പറയുന്നുണ്ട്, ഈ മേക്കപ്പ് അതിന് എനിക്ക് ഇച്ചിരി കൂടുതലായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചിക്കൻ കാരിയുടെ ബ്ലൂ കളർ ഒരു സാരി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ലുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെയും പറഞ്ഞു എന്ത് രസമാണെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മളൊരു ഡാൻസ് പ്രാക്ടീസൊക്കെ നടത്തിയിരുന്നല്ലോ ഇതിന് ഫംഗ്ഷന് വേണ്ടി ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ 2-3 പെർഫോമൻസൊക്കെ ഉണ്ട്. ഷെഫാലിയുടെ വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സും അവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കണം, ഒരു വ്ളോഗർ ഉണ്ടെന്ന് കൊടുത്തേക്കാം, വ്ളോഗറിനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏതായാലും നമ്മൾ കുറച്ച് നല്ല മൊമെൻറ്റ്സ് അല്ലേ നമ്മുടെ എന്നും ഒരു മെമ്മറി ആയിട്ടിരിക്കുമല്ലോ. ഇത് ഷെലോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ടാണ്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ അറിയുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഫങ്ഷൻസ് കണ്ടിട്ട് എല്ലാ ഷെഫാലിയുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം നമുക്കും ഫാമിലി പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് വെയിൽ, അന്നത്തെ ദിവസം കുറച്ച് തണുപ്പ് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തണുപ്പ് മാറി. ഇത് പല്ലവി അറിയാമല്ലോ, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെ ഇപ്പം എൻ്റെ വ്ളോഗിൽ കൂടെ കണ്ടുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് അർച്ചന, പിന്നെ രാശി, പിന്നെ സുഷ്മ. ഇതാണ് രാശിയുടെ കൂടെയാണ് ഞാനെപ്പോഴും ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകാറുള്ളത്. രാശിയുടെ മോളാണ് ഞങ്ങൾക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തന്ന കേട്ടോ. പാവം കുട്ടി, അത് മടുത്ത് കാണും വീഡിയോസ് എടുത്ത്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, കുറേ നേരം സംസാരിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എന്ന ഫംഗ്ഷൻ പിന്നെയുള്ളൂ. ഇത് ഇൻഫിനിറ്റി ഡ്രേപ്പ് കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെയുള്ള സുഷ്മ എന്ന് പറഞ്ഞിട്ട്, അതായത് സാരിയുടെ പല്ല് ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ആൾക്കെയും ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റി ഡ്രേപ്പാണ് കേട്ടോ. പേഴ്സണലി എനിക്കതത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരെ നമ്മുടെ കപ്പിൾസിനെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ്. ഷെഫാലിയുടെ ഹസ്ബൻഡ് ഡോക്ടർ വികാസ്. എന്നിട്ട് ഇവർ രണ്ടുപേരും അപ്പുറത്തേക്കത് ഷെഫാലിയുടെ മോളാണ്, ഇത് ബ്രദറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലൊരു സാധനത്തിൽ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് ഇവരെ ഇങ്ങനെ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയാണ്. ഇതൊക്കെ എനിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ വേണം എന്നാണോ, അതോ 25th എന്ന് പറയുന്നൊരു മൈൽ സ്റ്റോൺ ആണ്, അതപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണോ, അതോ ജസ്റ്റ് നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് എവിടെയെങ്കിലും ടൂറൊക്കെ പോവുക അങ്ങനെയാണോ ഇഷ്ടം, എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറയാം എൻ്റെ പേഴ്സണൽ ഇഷ്ടം. ഇതിപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഇവിടുത്തുകാർ അത് എല്ലാ 25th 50th ഒക്കെ ഭയങ്കര ഇതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. ആരായാലും നമ്മുടെ നാട്ടിലോട്ട് എനിക്കൊന്ന് ഒത്തിരി കുറവാണ്, എന്നാലും ഇങ്ങനെയൊരു സെലിബ്രേഷൻസൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ എങ്ങനെ ചെയ്യണം. ചിലർക്ക് അവർ തന്നെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് നമ്മൾ ഇത്രയും നാളും ജീവിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത് നമ്മൾ മറ്റുള്ളവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗദർ, ഒരു പാർട്ടി കൊടുക്കുന്നു, ഒരു നല്ല പാർട്ടി ത്രോ ചെയ്യുന്നു, ലഞ്ച് ഡിന്നറൊക്കെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. അങ്ങനെ പലരുടെയും പല തോട്ട്സ് ആയിരിക്കും. ചിലർക്ക് ചാരിറ്റി ചെയ്യാനായിരിക്കും ഇഷ്ടം. എന്തായാലും പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിത്ര 25 ഇയേഴ്സൊക്കെ ഒരുമിച്ച് ജീവിച്ച് കഴിയുമ്പം നമ്മൾ അതൊരു മൈൽ സ്റ്റോൺ ആണ്, അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതൊരു സെലിബ്രേറ്റ് ചെയ്യുക തന്നെ വേണം. ഇനിയും മുമ്പോട്ടുള്ള വർഷങ്ങളും അതുപോലെ തന്നെ തരണം എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെയൊക്കെ ചെയ്യുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ അവരെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഇങ്ങനെ സെലിബ്രേഷൻസ് ഇച്ചിരി സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ.
അപ്പം സ്റ്റേജിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ റിങ് എക്സ്ചേഞ്ച്, 2 പേർക്കും റിങ് ഒരു താലത്തിൽ കൊണ്ട് കൊടുത്തു. അത് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിട്ടുമല്ലോ, നമ്മുടെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ടു. അതിന് ഞാൻ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഷെഫാലിയുടെ അച്ഛന് സുഖമില്ല. അപ്പോൾ അച്ഛനെ കൊണ്ടങ്ങനെ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട്. അതാണ് ഷെഫാലി നല്ല കരച്ചിലായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ റിങ് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞൊരു ഫ്രഷ് ഫ്ലവറിൻ്റെ ഒരു മാലയായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് കൊണ്ടിട്ടു. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ചമ്പലാണ്. അപ്പോൾ പറയുക അങ്ങനെ അതൊക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു, അപ്പോൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാ പ്രാർത്ഥനയും ഷെഫാലിക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. കുറച്ച് നമ്മൾ ഇമോഷണലായി പോകും. നമ്മളൊക്കെ ആ ഏജിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കുറേ ഒരു എന്താണ് ഫ്ലഷ് ഓഫ് മെമ്മറീസ് ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം, അത് കഴിഞ്ഞ് നമ്മൾ എന്തെല്ലാം കുറേ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോയി നമ്മുടെ കുട്ടികളെല്ലാം വളർത്തി എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പാർട്ട്ണർ, നമ്മൾ 25 വർഷമൊക്കെ ഒരാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിന്നു. പിന്നെ നമ്മുടെ പേരൻസിനേക്കാളും കൂടുതൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുമല്ലോ ആ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുറേ വഴക്കങ്ങളും പിണക്കുകളും ഒക്കെ എല്ലാം ഉണ്ടായിട്ടും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തും നമ്മുടെ കുട്ടികളും അങ്ങനെ വേറൊരു ഫാമിലി ഉണ്ടായി എന്ന് പറയാമല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞൊരു ഒറ്റയ്ക്ക് വന്നു. അത് കഴിഞ്ഞ് 2 പേരും കൂടെ ഒരു ഫാമിലി ഉണ്ടാക്കി, ഒരു വീടുണ്ടാക്കി, അങ്ങനെ ജീവിക്കുക. അത് കഴിഞ്ഞ് കുട്ടികളെ വളർത്തി എടുക്കുക നന്നായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇത് അൽക്ക അവരുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ. അൽക്ക സ്കൂളിൽ തൊട്ട് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അൽക്ക ഇങ്ങനെ സ്പീച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് എന്നെ, അതായത് എനിക്ക് ഫ്രണ്ടുണ്ടായ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് വിഷമമായിരുന്നു, പക്ഷേങ്കിൽ എനിക്ക് ഒരു ആങ്ങളെ പോലെയാണ് കിട്ടിയത് സാർ, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കുറച്ച് ഇമോഷണലായി കേട്ടോ എല്ലാവരും. നമ്മളൊരിക്കലും ശരിക്കും ആ ഏജിലൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് തന്നെ കുറച്ച് ഇമോഷണൽ ആകുമല്ലോ നമ്മളിങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ കാണുമ്പോൾ. പിന്നെ കുറേ ഫങ്ഷൻസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഞാനിങ്ങനെ ഞങ്ങളൊരു ബൊക്കെയൊക്കെ പിന്നെയും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഡാൻസിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിനിയും ഫങ്ഷൻസൊക്കെ കണ്ടു നോക്കൂ. ജസ്റ്റ് മീൻസ് ഞങ്ങളുടെ ഡാൻസുമൊക്കെ. ഞാനിത് ഈ വ്ളോഗ് ഇങ്ങനെ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സിസ്റ്റർ പോലെ തന്നെയാണ് ഷെഫാലി. അപ്പോൾ അവളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ വ്ളോഗ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം ഇത് ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമുള്ളവർക്ക് കാണണ്ട, അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ ഞാനിങ്ങനെ മീൻസ് നമ്മൾ എൻ്റർടൈനിങ് ആയിട്ടൊരു വ്ളോഗ് ആയിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് എല്ലാവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെല്ലാം വിളിച്ചിട്ട്, ഇതാണല്ലോ മെയിൻ നോർത്ത് ഇന്ത്യൻസ് പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഡാൻസാണ് മെയിൻ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഫംഗ്ഷനായിരുന്നു, നല്ല രസമായിരുന്നു. അതായത് ഞങ്ങളൊരു വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ 6 മണി കഴിഞ്ഞു. അതുപോലെ ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ പോയതാണ്. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഫംഗ്ഷനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഗിഫ്റ്റ് ഞങ്ങൾ ഇൻഡിവിജ്വലാണ് കേട്ടോ എല്ലാവർക്കും കൊടുത്തത്. അത് ഷെഫാലിക്ക് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഷെഫാലിയും വികാസും കൂടെ ഡാൻസ് എടുത്തു. എനിക്കത് ഈ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം ഇടാൻ പറ്റത്തില്ല. എന്ത് രസമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ കണ്ടപ്പോഴത്തേനും ഷെഫാലിയുടെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കരയായിരുന്നു. അങ്ങനെ നല്ലൊരു ഫങ്ഷനായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ബബായ്. അപ്പം നമ്മുടെ ഫങ്ഷൻസിൻ്റെ വീഡിയോ ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ്സുമായിട്ട് കാണാം. എക്സസൈസും എൻ്റെ വെൽനെസ് വേ ബൈ ലക്ഷ്മി, അതായത് നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ എക്സസൈസും നമ്മുടെ മനസ്സിനെ എങ്ങനെ ഹാപ്പി ആയിട്ട് വെക്കാം എന്നതിനെ പറ്റിയൊക്കെയുള്ള വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഷെയർ ചെയ്യാമെന്നൊന്നും പറയുന്നില്ല. ഇതിപ്പം ഒരു ഞങ്ങളുടെ പേഴ്സണൽ വ്ളോഗ് പോലെ ആയല്ലോ. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലക്ഷ്മി, ബൈ, ടേക്ക് കെയർ.